അയ്യോ, ഒന്ന് കറങ്ങി നടക്കാൻ ഇറങ്ങിയതാണ്. മീരയ്ക്ക് വലിയ ഇഷ്ടമാണ്. നാട് മുഴുവൻ ചുറ്റിക്കണ്ടു ഞങ്ങൾ രണ്ടുപേരും കൂടെ. നൈസ് ഡേ അല്ലേ മീര? ഷോ അത് മറന്നു. ഫ്രണ്ട്സ്, മീറ്റ് മിസ് മീര ഫ്രം കാൽക്കട്ട. ഹലോ. ഞാൻ Oh, sorry. Just a minute. yeah. Hi. What a surprise. ഞാൻ ഇപ്പൊ വിചാരിച്ചേ ഉള്ളൂ. 100 ആയിസാട്ടോ. പിന്നില്ലേ ഒരുപാട് പറയാനുണ്ട്. Yeah. It's quite fantastic. Nice place. മുഴുനീള ഇംഗ്ലീഷ് ആടാ വെച്ച് കാച്ചനെ. തന്തപ്പടി ആവും. അതേടാ. Really fantastic. സത്യടാ. തന്തപ്പടി ഡാന്ന് വിളിക്കൂ. ഇനി കൽക്കട്ടയിൽ അങ്ങനെയാണെങ്കിലോ പോടാ, തന്തപ്പടിയല്ല അല്ലേ? ആര്? പിന്നെ എന്റെ കൊറേ ഫ്രണ്ട്സ് ഉണ്ട്. ആ പരിചയപ്പെട്ടോണ്ടിരിക്കുക. ഓക്കെ ബൈ. അപ്പൊ പറഞ്ഞ പോലെ മീര ഇവൻ എന്റെ ബെസ്റ്റ്. നോ ലെറ്റ് മീ ട്രൈ. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ കാട്ടുകള്ളന്മാരാ നന്ദു. പക്ഷേ ഒന്നിനും ഗട്ട്സ് ഇല്ല. നോക്കട്ടെ. Yes, this is Boban. Yes. മീശ ഇല്ലെങ്കിലും കയ്യിലിരിപ്പ് മോശം. രാധ എന്ന രാധാകൃഷ്ണൻ. രാധയ്ക്ക് വല്ലാണ്ട് നാണം വരുന്നുണ്ടല്ലോ. അത് മിസ്റ്റർ മീര എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ടാ. ആണുങ്ങൾ ഇങ്ങനെ തുറച്ചു നോക്കിയാ രാധയ്ക്ക് നാണം വരില്ലേ? ഓ കൊള്ളാം. 2 മാർക്ക്. ഓ ഗിരി എന്ന ഗിരിധരൻ നന്ദിയുള്ളവനാ. പക്ഷേ പെൺപട്ടി ഒരു വീക്ക്നെസ് അല്ലേ? ഓ ബുൾഗാൻ മാൻ, ജീനിയസ് മിസ്റ്റർ ഗോപൻ. പക്ഷെ ആളൊരു മണ്ടനാ. നീ പറഞ്ഞത് വെച്ചൊരു ഗസ് അടിച്ചല്ലേ? ഓക്കെ, വി ആർ ഫ്രണ്ട്സ്. ഞാൻ മീര. ഹോം സയൻസ്, ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസ്. ഒന്ന് കുറച്ചുകൂടെ, ഒന്നെങ്കിലും. പോടാ, ഞാൻ ഡാവടിക്കാറില്ല. അല്ല, നിങ്ങൾ എന്നെ ക്ലബിലേക്ക് ക്ഷണിച്ചില്ല. താങ്ക് യു. എന്താ അത്? അതോ നമ്മുടെ മനക്കലെ വാസുവേട്ടന്റെ ഫാമിലി ഫോട്ടോയാ. മാറ്. നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് കൊള്ളാം. വാസുവേട്ടന്റെ മൂത്ത മോളാ. എനിവേ, എനിക്ക് നിങ്ങളെയൊക്കെ ഇഷ്ടായി. നിങ്ങളെ മാത്രമല്ല, ഈ നാടും. കുന്നുകൾ, മലഞ്ചെരിവുകൾ, പുഴകൾ, തടാകങ്ങൾ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഈ നാട്ടിൽ ജീവിക്കുന്നത് തന്നെ ഒരു സുഹൃത. കിളിയായി പറക്കാനും മീനായി നീന്താനും പൂവായി വിരിയാനും തോന്നുന്നു. ഈ വണ്ടിയിൽ ഇവിടേക്കൊന്ന് എത്തിപ്പെടാൻ 4 ദിവസം എടുത്ത നിലയ്ക്ക് ഇനി ടൗണിലേക്കൊന്ന് എത്താൻ എത്ര നോട്ടിക് മൈൽ തുഴയേണ്ടി വരുമെന്ന് എന്റെ ടെൻഷൻ. ഇന്ന് എത്തുവാടാ. കാറ്റിന്റെ ഗതി അനുകൂലമാണെങ്കിൽ മിക്കവാറും ഇന്ന് തന്നെ എത്തിയേക്കും. എന്റെ മേലേക്കാവിലമ്മേ, ഈ ചങ്ങാട എങ്ങനെയെങ്കിലും ഇന്ന് ടൗണിൽ എത്തിച്ചേരണേ. സകല ദൈവങ്ങളെയും പ്രാർത്ഥിച്ച് നമുക്ക് യാത്ര തുടങ്ങാം അല്ലേ? പൂക്കുറ്റിയുടെ വെടിപൊട്ടി. ഇനി രക്ഷയില്ല. മോശമായി പോയി. മീരമോൾക്ക് വിഷമമായി കാണുമല്ലേ ലക്ഷ്മി? ഏയ്, കേമാവുക ചെയ്തത്. രാജകലയുടെ മഹത്വം അത്രയ്ക്കുണ്ടല്ലോ. മാത്രോ അതും തള്ളി വീട്ടിലെത്തിക്കാനുള്ള യോഗം കൂടി ഉണ്ടായല്ലോ എന്നാ. വിരുന്ന് വന്നവരെ നാണം കെടുത്താണ്ട് നോക്കണമെന്ന് എനിക്ക് മാത്രം വിചാരം ഉണ്ടായ പോരല്ലോ. ആ കുട്ടി വന്ന പാടെ മുറി അടച്ചിരിക്കണതാ. അത് കരയാവും. കണ്ണീരെന്താന്നറിയാത്ത കുട്ടിയല്ലേ. ഒന്ന് കരയാൻ കൽക്കട്ടയിൽ നിന്ന് ഇവിടം വരെ വരേണ്ടി വന്നല്ലോ. അതാ കഷ്ടം.
എടാ പയ്യൻസ്, പറയട്ടെ, കാലങ്ങളായി നീ തലകുത്തി മറിഞ്ഞിട്ടും കിട്ടാത്തൊരു കാര്യം ഞാൻ ദാ ഒരു ഞൊടിയിടയിൽ സാധിപ്പിച്ചു തരട്ടെ. അതെന്ത് കാര്യം? അതിനുവേണ്ടി നീ ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡിയാത്രയും ഒക്കെ നടത്തിയിട്ടുള്ളതാ. നിരാഹാരം കിടന്നിരിക്കാനും സാധ്യതയുണ്ട്. യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അതെന്ത് കാര്യം? എന്റെ അമ്മേ, ഇനി ഇവളെ ഒപ്പിക്കോ? എന്നോട് മിണ്ടാൻ വരണ്ട. ചമ്മിയത് ഞാനാ. മുല്ലശ്ശേരിയിലെ ആംബുലൻസ് നോക്കി ആൾക്കാര് കളിയാക്കണ. അച്ഛനൊന്നും പറയണ്ട. ഇത്രയും വലിയ തറവാടാ വീടാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല കാറുണ്ടോ ഈ മുറ്റത്ത്? ഒന്ന് പുറത്തു പോണെങ്കിൽ ആകെ ഒരു തകരക്കൂട് മാത്രമുണ്ട്. വഴി കിടക്കുന്ന രാജകല. അയ്യോ എന്റെ മോളെ അങ്ങനെ പറയല്ലേ. അതെന്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചെന്ന് വണ്ടിയാ. ഉപേക്ഷിക്കാൻ മനസ്സ് വരണില്ല. അതിനിത് വിൽക്കാതെയും വാങ്ങാമല്ലോ. അച്ഛനാ, നീ എന്നെ തൊലച്ച് അടങ്ങൂ. മോളുടനെ പോവുകല്ലേ, പിന്നെന്തിനാ പുതിയൊരു കാറ്? ഇതാ ഞാൻ പറഞ്ഞ അച്ഛൻ ഈ പറയണ സ്നേഹമൊന്നുമില്ല. ഈ തറവാട്ട് മഹിമയ്ക്ക് മുറ്റത്ത് ഒരു ലേറ്റസ്റ്റ് വണ്ടിയെ കിടക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നന്ദുവിന് ഒരു ബൈക്കെങ്കിലും വാങ്ങിച്ചു കൊടുത്തൂടെ? നമ്മുടെ മനയത്തെ ശിവശങ്കറിന് ബൈക്കിന്റെ ഏജൻസി ഇല്ലേ? ഒന്ന് വിളിച്ചു പറഞ്ഞാ പോരെ, വണ്ടി ഇപ്പം മുറ്റത്തെത്തും. അതിന് അല്ല, അത് ഇപ്പൊ എന്തു വരും? ഇപ്പൊ ഇനി കണക്ക് കൂട്ടിയും കിഴിച്ചും വരുമ്പോഴേക്കും കാര്യം നടക്കില്ല. നീ ഒന്ന് വിളിച്ചു പറയാച്ചതാ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. നീ ഒന്ന് വിളിച്ചു പറ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഞാൻ വിളിച്ചു പറയാൻ പോവാ. നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ടെടുത്ത് പോയിക്കോളൂ. അമ്മേ, അവര് പോട്ടാ പൂക്കുറ്റി. മക്കളെ വേഗം വിട്ടോ വിട്ടോ. ഞങ്ങള് ദൂരെ എത്തിക്കഴിഞ്ഞിട്ട് വിട്ടാ മതി. വേഗം വിട്ടോ. എന്തൊരു സ്പീഡാ! ഇയാക്കെന്താ തല തിരിഞ്ഞു പോയോ? പ്രായ കൂടുതലൊന്നും നോക്കൂല ഞാൻ. 2 കാലം തൊട്ട് വന്ന് കീറും. നല്ലൊരു കാര്യം വെടിവെച്ച് കൊളാക്കാൻ പറ്റാത്തുള്ള ചൊറിച്ചില നിനക്ക്. ഇനി പോയി തലങ്ങും വിലങ്ങും വെടിവെച്ചോ. വേണ്ടപ്പോ നിന്നെ ഞാൻ ചങ്ങലക്ക് ഇട്ടോളാം. അതിനു മുമ്പ് ഗീതാവാരസരായിട്ടുള്ള ചുറ്റിക്കളി ഞാൻ ഡീസന്റ് ആക്കി തരാം. അമ്പലം വിഴുങ്ങി. അമ്പലം മാത്രമല്ല, നിന്റെ അച്ഛനെയും വിഴുങ്ങും ഞാൻ. പോടാ പേപ്പട്ടി. നീ എന്നെ വല്ലയിടത്തും തട്ടിയിടുവോ? എന്റെ ധൈര്യത്തിലെ ബൈക്ക് വാങ്ങി തന്നെ അത് മറക്കണ്ട. അതൊക്കെ ശരി. പക്ഷെ അതും പറഞ്ഞ് എന്നെ നിയന്ത്രിക്കാൻ വരല്ലേ. കൊമ്പ് ഞാൻ ഓടിക്കും. പിന്നെ എന്താ കാര്യം പറ. ഹലോ. ഓ സോറി, ഞാൻ ബിസി ആയിരുന്നു. Gautam, call me later, okay? Come on, Meera. Come on. No, ഞാനില്ല. നീ പൊയ്ക്കോ.
മീര, എനിക്ക് എന്നോട് വെറുപ്പ് തോന്നരുത്. അറിയാതെ എന്തോ. സോറി മീര. അല്ല, ഞാനാ സോറി പറയേണ്ടത്. എനിക്കെന്തോ എന്താന്നറിയില്ല, ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോയി. സോറി ഡാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിന്നെ ഞാൻ എന്താടാ നേരെ വെളുക്കുമ്പോഴേക്കും? ഞാൻ വെറുതെ രാവിലെ. പിന്നെന്തിനാ നീ മോളെ ഓടിക്കണേ? ഞാൻ പറയാം മുത്തശ്ശി. മീര, അപ്പൊ ഇനി എന്നെ തല്ലാൻ വരുമോ? എന്താടാ? അല്ലമ്മേ, അത് എന്താ മോളെ? ഒന്നുമില്ലമ്മേ, അത് മെയിലിംഗ് സ്റ്റോറിയാ. എന്നാ പോടാ. രാത്രി സോറി പറയാ, നേരം വെളുത്ത് അടിപിടിയും. എന്താ അയ്യേ? എന്താ അച്യുതാ നീ പറയണേ? അതെ, ഞാൻ പ്രായമായ കുട്ടികളാണ്. രണ്ടും കൂടി ബൈക്കിലുള്ള സവാരി, അതായത് സവാരി ഗിരിഗിരി, മനസ്സിലായില്ലേ? ഓട്ടവും കളിയും കൊഞ്ചലും കുഴയിലും. പിന്നെ രാത്രിയാകുമ്പോ ഒരു സോറിയും. എന്താ സോറിയോ? അതെന്താടാ? അല്ല, ഞാൻ അത് ഇന്നലെ രാത്രി കണ്ടത് പറയായിരുന്നു. നീ എന്താ കണ്ടത് അത് പറ. ഞാൻ തുറന്നങ്ങോട്ട് പറയണ്ട അച്യുതാ, കേക്കട്ടെ. അല്ല, അത് ഒരുറക്കം കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ വന്നതാ ഞാൻ. നന്ദുമോൻ മീരാമോളുടെ മുറിയിലേക്ക് നട്ടപ്പാതിരിക്ക് കേറിപ്പോണ കണ്ടു. ചോദിച്ചപ്പോ സോറി പറയാനാണത്രേ. എനിക്കൊന്നും മനസ്സിലായില്ല. സോറി. അത് നിനക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല. ഇതാരോട് അതിന്റെ പുതിയ കണ്ടുപിടുത്തം? എടാ, കുട്ടികളായാൽ ഈ പ്രായത്തിൽ ഇങ്ങനെ അവർ സോറി പറയും, പിണങ്ങും, അടിപിടി കൂടും, വീണ്ടും സോറി പറയും. അല്ലേ ലക്ഷ്മി? സോറി അതല്ല, ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ മാത്രം മതി. പറയട്ടടാ, അസൂയുള്ളവർ പറയട്ടെ. കൂടി വന്നാൽ എന്താ ഉണ്ടാകുക? രണ്ടിനെയും ചേർത്ത് അപവാദം പറയും, അത്രയല്ലേ ഉള്ളൂ. എന്തുണ്ടായാലും രണ്ടിനെയും കെട്ടിച്ചു വിടണം. രാഘവനുമായിട്ടൊരു ബന്ധം എന്റെ സ്വപ്നമാണ്. രണ്ടും നന്നായിട്ട് ചേരും. ഹാവ്, ഇനി അമ്പലക്കുളത്തിലൊന്ന് നീന്തി തുടിക്കണം. മിനിഞ്ഞാന്ന് വിളിച്ചതാ. അല്ല, നീ ഈ കാര്യം മീരയോട് പറഞ്ഞോ? ഇല്ലടാ. എന്തു പറയും, എങ്ങനെ പറയും എന്നൊക്കെ ആലോചിക്കുമ്പോ. ഇത് ഫീവറാടാ, ലവ് ഫീവർ. ഈ പ്രേമപ്പനി മാറ്റാൻ ഒരു മറുമരുന്നുണ്ട്, പറയട്ടെ? പറഞ്ഞു തോലക്കടാ. നാളെ ഫെബ്രുവരി 14. ഫെബ്രുവരി 14 എന്നാൽ വാലന്റൈൻസ് ഡേ, കാമുകി കാമുകന്മാരുടെ പാവന ദിനം, കാതലർ ദിനം. നാളെ നീ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം, വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. ഇതെങ്ങനെയുണ്ട്? എന്തോ ഇതെന്താ വില? 250. എത്ര? 250. ഇത് കൊള്ളാം. ഇന്ന് പാക്ക് ചെയ്തേക്കൂ. ഇതായി കാർഡും കൂടി. ഒരു കൊട്ടാ പൊന്നുണ്ടല്ലോ മിന്നുണ്ട. അയ്യോ ചമ്മേ, പോയി. എന്താണ്? അതല്ല ഇത്. കാണട്ടെ. അല്ല, അല്ല, അത് പിന്നെ അത് ഇതല്ല. പിന്നെ ഏതല്ല? ഇത് അച്ഛമാമൻ വിചാരിക്കുന്ന പോലെ. അച്ഛമാമൻ വിചാരിച്ച എന്താണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അയ്യോ, ഇതെന്റെ ഫ്രണ്ടിന്റെ. ഞാൻ വാങ്ങി പിടിച്ചാ. ഇത് ഞാൻ വാങ്ങി പിടിച്ചതാ. അത് പൊളിക്കല്ലേ, അത് മീര വാങ്ങാൻ പറഞ്ഞിട്ട്. മീരയ്ക്ക് തന്നെ ഇന്നേ ദിവസം സമ്മാനം കൊടുക്കുക. എന്താണ് അത് നന്ദുക്കുട്ടാ? സത്യം പറയടാ. അതല്ല, ഇത് വാലന്റൈൻ. വാലോ? എന്ത് വാല്? വാലുണ്ടോ? എടാ മരങ്ങോടാ, വീട്ടിൽ വിരുന്ന് വന്നു. അയ്യോ, ഇത് അതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അല്ല, എനിക്കറിയാം. ഞാൻ പറയട്ടെ, വീട്ടിൽ വന്ന ഒരു അതിഥിക്ക്
ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? തെറ്റല്ലല്ലോ, അല്ലല്ലോ. അല്ലല്ലോ. പിന്നെ എന്തിനാ എന്റെ മോൻ പരിങ്ങണത്? പരിങ്ങ് ആര്? എടാ നന്ദുമോനെടാ, ഇന്ന് മീരാമോളുടെ പിറന്നാളാണെന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നല്ലോ. അതൊക്കെ അറിയാം, മീര പറഞ്ഞിരുന്നല്ലോ. പോവാ. അപ്പൊ പിന്നെ നിനക്കെന്താ പ്രശ്നം? അത് ശരിയാവൂല. ഞാൻ വന്നല്ല, അത് പുറത്തെ ഈ വാലന്റ് അല്ല ബർത്ത്ഡേക്ക്. സോറി, പെട്ടുപോയല്ലോ. എന്താ ഒരു കള്ളത്തരം? കാലത്ത് കണ്ടില്ലല്ലോ, എവിടെ പോയതാ? എങ്ങോട്ട് പോയാൻ? ഞാനെവിടെ പോയില്ല, ഇപ്പൊ പോട്ടെ. എന്റെ അടുത്ത് നുണ പറഞ്ഞാൽ അറിയാലോ. സത്യമായിട്ടും പോയില്ല, പിന്നെ പോയി ഷോപ്പിങ്ങിന്. എന്നെ കൂട്ടാതെ പോയല്ലേ? കാണട്ടെ. അത് പറ്റില്ല, അത് വേറൊരു ആവശ്യത്തിനാ. ഇതെന്നെ നോക്കട്ടെടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു നന്ദു. ഞാൻ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. അന്ന് തന്നെയാ എന്റെ അമ്മ മരിച്ചത്. സോറി മീര, ഞാനത് ഓർത്തില്ല. ഏയ് ഇറ്റ്സ് ഓക്കെ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നപ്പോ വല്ലാത്തൊരു. ഡു വൺ തിങ്, ഗെറ്റ് റെഡി ഫോർ an outing, a fishing expedition. ഓക്കെ, ഞാൻ പെട്ടെന്ന് റെഡിയാവാം. Then you hurry. വൗ, ലവ്ലി പ്ലേസ്. നിനക്ക് ഒട്ടും സൗന്ദര്യബോധം ഇല്ലാന്നാ ഞാൻ വിചാരിച്ച. സ്വല്പം സെൻസ് ഒക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. തുറന്നു നോക്കി കാണില്ല, അല്ലേ മനസ്സിലായി കാണില്ല. ദൈവമേ, മറുപടി അനുകൂലമാവണേ. Hi Meera, happy birthday to you. Many happy returns of the day. Hey, എന്താ ഒന്നും മിണ്ടാത്തെ? സോറി, റോങ് നമ്പർ. So you like this place അല്ലേ? ഞാൻ പറഞ്ഞില്ലേ. Come on Meera. ആ ഗൗതം, ഹായ്. താങ്ക് യു ഡാ. ഓ, ഇപ്പൊ വിളിച്ചിരുന്നോ? ആണോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ആഹാ, അങ്ങനെ പറഞ്ഞു അവൻ. അവൻ ആളൊരു റോങ് നമ്പറാ. ഞാനിപ്പോൾ ഇങ്ങനെ മെരുക്കി എടുത്തോണ്ടിരിക്കുക. എന്ന് ഞാൻ പിന്നെ വിളിക്കാം ഗൗതം. ഓക്കെ, ബൈ. ഹലോ മിസ്റ്റർ നന്ദു, എന്താണ് മൊത്തത്തിലൊരു കള്ളത്തരം? എനിക്കോ? ഒന്നുമില്ല മീര. അത് തുറന്നു നോക്കിയോ? ഏത്? അല്ല, ഞാൻ തന്ന ഗിഫ്റ്റ്. പിന്നെ തുറന്നു നോക്കാതിരിക്കോ? എന്നിട്ട് ഒന്നും പറഞ്ഞില്ല? സോറിടാ, ഞാൻ എന്തൊരാളാ, ഒരു താങ്ക്സ് പോലും പറയാതെ. നീ വരുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കായിരുന്നു. ഔട്ടിംഗ് എന്ന് പറഞ്ഞതും ചാടി പുറപ്പെട്ടു. അതുകൊണ്ടാ. അതിഷ്ടായോ? പിന്നെ ഇഷ്ടാവാതെ? ഇഷ്ടായി. വെറുതെ അല്ലടാ, സത്യം. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടായി.